അവിടെ ഇനി എത്ര അമ്പലത്തിൽ പോകണം? 7 അമ്പലത്തിൽ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, പിന്നെ ശിവരാത്രി ആശംസകൾ. ഞങ്ങൾ രാവിലെ ഇന്ന് ഞാനും അനൂപും ഞങ്ങളുടെ 2 ഫാമിലിയും കൂടെ ചേർന്ന്, അനൂപിനെ പല വീഡിയോയിലും ചിലപ്പോൾ കണ്ടു കാണും, അപ്പോൾ ഞങ്ങളുടെ 2 ഫാമിലിയും കൂടെ ചേർന്ന് ഇന്ന് അമ്പലത്തിൽ 7 അമ്പലങ്ങളിൽ പോകാനുള്ളൊരു പ്ലാൻ ചെയ്തു. രാവിലെ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ വീട്ടിൽ തേങ്ങ അടക്കാനൊക്കെ ആൾ വന്നപ്പോൾ ഞാൻ ഓടി ഉപ്പാട് വന്ന് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിക്കകത്തേ ആവത്തുള്ളൂ, 8:30 മണി ആയതേ ഉള്ളൂ. നമ്മളിനി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. കുറച്ച് സമയം അടുത്തുള്ള വന്നത് അകത്തോട്ട് പോട്ടെ. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. നിൽക്കാൻ സമയമില്ല, നേരെ ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകണം. അനൂപ് ഇവിടെ നിന്ന് ഞങ്ങളെ കാത്തു നിന്ന് അവരിവിടെ നിന്ന് ഇങ്ങോട്ട് പോയി മാഞ്ഞു പോയി ഇനി അവരെ കാത്തു നോക്കണം. ഞങ്ങൾ നേരെ ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ കൊടുമൺ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ആ അമ്പലത്തിലേക്കാണ് നമ്മൾ അടുത്ത യാത്ര. അല്ലേ പൊന്നു? അനൂപ് ഞങ്ങൾ ലേറ്റ് ആയെന്ന് പറഞ്ഞ് അനൂപേക്ക് വാ. അനൂപേ, അവർ ലേറ്റ് ആയെന്നും പറഞ്ഞ് അവർ പോവാൻ നിന്നതാണ്. അവർക്ക് സമയമില്ല, അവർക്ക് ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകണം, അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ഈ അമ്പലത്തിൽ കയറിയിട്ട് വേണം. ഇത് നല്ല എത്ര വർഷം പഴക്കം? ഒരുപാട് വർഷം പഴക്കില്ലടാ. എന്തോന്നാണ് അതിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിലേക്ക് കയറിയിട്ട് വരാം. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. ഞങ്ങളുടെ 3ാമത്തെ അടുത്ത അമ്പലമാണ്. ഈ അമ്പലത്തിലും കൂടെ പോയിട്ട് ഞങ്ങളിനി ചിലപ്പോൾ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. ബാക്കി ഇനി വൈകിട്ടായിരിക്കും. കാരണം അനൂപ് പോയി, നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. ഒന്ന് രാവിലെ തൊട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. ഞങ്ങൾ ഇപ്പം അടുത്ത വന്നത് നമ്മുടെ ഇവിടെ അയ്യരുമഠം ശിവക്ഷേത്രമാണ്. ഇത് ചെറുവള്ളിമുക്ക്, ചിറയൻകീഴ് പോകുന്ന വഴിക്ക് ചെറുവള്ളിമുക്ക്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലേക്ക് അടുത്ത പോവുകയാണ്. പൊന്നും ഞാനും കൂടെ 3 അമ്പലങ്ങളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. നല്ല ചൂടുണ്ടേ. ചൂട് ആ വെയിലത്ത് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുന്നതിനെക്കാട്ടിലും ഇനിയിപ്പോൾ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സുന്ദരി പെണ്ണ് കുറിയൊക്കെ തൊട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് എന്നെ കാത്തിരിക്കുകയായിരുന്നു. അല്ലേ അമ്മ? ഇന്ന് എന്തിനാണെന്ന് അറിയാമോ? ശിവരാത്രി. ഹാപ്പി ശിവരാത്രി എന്നും കൂടെ പറ. ഹാപ്പി ശിവരാത്രി. നമ്മളെ ശിവരാത്രിയാണ്. അപ്പം ഇന്നിനി ഉച്ചക്കുള്ള ഫുഡ് കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് അവർ വിളിച്ചു. പണ്ട് അമ്മമ്മയുടെ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാം കൂടെ ഒത്തുചേർന്ന് ആഘോഷിക്കുന്നതായിരുന്നു. അപ്പം ഇനിയിപ്പം നേരെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇപ്പം സന്ധ്യ സമയമായി. രാവിലെ 3 അമ്പലങ്ങളിലാണ് ഞാനും പൊന്നും കൂടെ പോയത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേ ശിവരാത്രിക്ക് നമ്മളും പോകും, അല്ലേ അമ്മ? ഞാനും അമ്മയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പം എൻ്റെ പെണ്ണിൽ നിന്ന് വരാൻ പറ്റുന്നില്ല. അമ്മയെ കൊണ്ടുപോകാൻ പറ്റൂല, തിരക്കിനിടയിൽ അമ്മയെ കൊണ്ടുപോകാൻ പാടായിരിക്കും. ഇന്നിപ്പം ഞാനും പൊന്നും ഇത്തവണ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഇത്തവണ എൻ്റെ കൂടെ പൊന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വിളക്ക് കൊളുത്തിയതിന് ശേഷം ഇനി ബാക്കിയുള്ള 4 അമ്പലത്തിലും കൂടെ ഞങ്ങൾ 2 അതിൽ പോകത്തുള്ള 7 അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ലാസ്റ്റ് ഏതമ്പലത്തിലായിരിക്കും അവസാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ ഉള്ളത് ഇനി ഒരു 3 അമ്പലമാണ് അടുത്തുള്ളത്. ഇനി 1 അമ്പലം കൂടെ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് 7 അമ്പലമാക്കി എടുക്കണം. എന്തായാലും നമ്മൾ വിളക്ക് കൊളുത്തിട്ട് നേരെ ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ്.
എത്തിയത്. കുറച്ച് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് തിരക്കും ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ശിവരാത്രി ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ട് അടുത്തത് ഇപ്പോൾ വന്ന അമ്പലത്തിൻ്റെ പേരെന്ന് പറഞ്ഞത് തൃക്കോവിൽ ശിവക്ഷേത്രം, നഗരൂര് തൃക്കോവിൽ ശിവക്ഷേത്രമാണ്. അപ്പൊ ഞങ്ങളിപ്പോ എത്രാമത്തെ അമ്പലമായി വന്നു? 4ാമത്തെ ശിവക്ഷേത്രമായി. ഇനിയുണ്ട് 3 അമ്പലവും കൂടെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി അമ്പലം, നല്ല വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് അതിനെ 10 മണിയായി. ഇനി ഇവിടെ കയറിയിട്ട് ഇനി നമ്മള് മെയിനായിട്ട് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. എന്നാലും ഇവിടെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ മെയിനായിട്ട് നോക്കി വെച്ചിരിക്കുന്ന ലാസ്റ്റ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ അവനഞ്ചേരി നടയിലാണ്, എന്റെ വീടിന്റെ അടുത്ത്. നമ്മളെ കല്യാണം നടന്ന അമ്പലത്തില്. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ മുന്നേ വന്നിട്ടുള്ള ആയിരവല്ലി ക്ഷേത്രമുണ്ട്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ശിവക്ഷേത്രത്തിലാണ് നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പം എത്രാമത്തെ 5ാമത്തെ അമ്പലമായി, 5ാമത്തെ ശിവക്ഷേത്രമാണ്. 5ാമത്തെ അമ്പലമാണ്. അപ്പം നമുക്ക് നേരെ ഇനി അമ്പലത്തിൽ പോവാം, വെച്ച് താമസിപ്പിക്കേണ്ട, സമയം ഒരുപാടായി. നമുക്ക് വാ. പൊന്നു ഹാപ്പി അല്ലേ? നല്ലൊരു ഭയങ്കര നല്ല കാറ്റും. നമ്മളെ അമ്പലം നല്ല ഉയരത്തിലാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ശിവക്ഷേത്രം എന്ന് പറയുന്നത് നല്ല ഉയരത്തിലാണ്, അപ്പം നല്ല കാറ്റുണ്ട്. പിന്നെ അതുമല്ല, ഇത്രയും നേരം പോയ അമ്പലത്തിലാണെങ്കിൽ ഒരുപാട് തിരക്കില്ല, ഒരുപാട് ബഹളമില്ല, നല്ല സൈലന്റ് ആയിട്ട് നല്ലൊരു ക്ഷേത്രം. ഞാൻ ഇവിടുത്തെ പുറത്ത് റോഡിന്റെ കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഉത്സവം ആയതുകൊണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോൾ ഒരുപാട് അടിപൊളിയല്ലേ, മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടിയോ അല്ലേ? നമ്മള് മിക്ക അമ്പലങ്ങളിൽ പോയപ്പോഴും അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെയൊക്കെ സൗണ്ട് ആയിരുന്നു. അപ്പൊ അത് ആ ഒരു ഫീൽ അല്ലേ, ഭയങ്കര സൈലന്റ് ആയിട്ട്. ഇവിടെ തണുത്തൊരു കാറ്റും. ഇവിടെ ഇപ്പൊ കറണ്ട് പോയപ്പോ നമ്മൾ അകത്തേക്കായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ദൈവത്തിന്റെ മുമ്പിൽ ആ വിളക്ക് കത്തിച്ച് വെച്ചാണ് ആ ഒരു പ്രകാശം നല്ല ഭംഗിയായിരുന്നു. നല്ല അടിപൊളി ഒരു പോസിറ്റീവ് മൈൻഡ് തന്നെയാണ് ഇവിടെ വന്നപ്പോ. എനിക്ക് സത്യം പറഞ്ഞാൽ 2ാമത്തെ തവണ പോയപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ട് ആരുമില്ല അധികം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ നഗരൂര് കിളിമാനൂർ ആറ്റിങ്ങൽ റോഡ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വരണം കേട്ടോ, നല്ല അമ്പലം. ഇവിടെ ശിവരാത്രിക്ക് ആള് കുറവുണ്ടല്ലേ? അങ്ങനെ നല്ല ആള് കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പോയ അമ്പലം അങ്ങനെ കുറ്റം അങ്ങനെ പറഞ്ഞതല്ല. പക്ഷെ നമുക്ക് വന്നതിൽ ഇച്ചിരി നമ്മളെ ബോഡി ആ ഒരു സംഭവം ഇല്ലേ, കുറച്ച് കാമായിട്ട് നല്ല സൈലന്റ് ആയിട്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ. മലയുടെ മേലും കൂടെ ആയതുകൊണ്ട് ആ സൈഡൊക്കെ അടിപൊളി കാണാം. അടിപൊളി ഗൈസ്, നല്ല തണുത്ത കാറ്റുമുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. സമയത്രായി? സമയം 10:30 കാണും. 10:30 കഴിഞ്ഞ്. നേരത്തെ നീ 10:30 പറഞ്ഞത്. അപ്പൊ 10:30 നമുക്ക് ഞങ്ങളെ കൂടെ വന്ന ശിവയും പിന്നെ അരുണും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, ഇനി അടുത്ത ലാസ്റ്റ് പോകുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലാണ്. അല്ല, ഇനി ഇപ്പൊ എത്രാമത്തെ അമ്പലം? 5ാമത്തെ അമ്പലമായുള്ളൂ. ലാസ്റ്റ് പോകുന്ന എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലമാണ് പറഞ്ഞല്ലോ. അല്ല, 5അല്ലടി, 6. ആദ്യം പോയത് എവിടെയാണ്? കൊല്ലമ്പുഴയുള്ള ആവണീശ്വര അമ്പലത്തിലാണ് ആദ്യം പോയത്. പിന്നെ കൊടുമൺ ശിവക്ഷേത്രത്തിൽ പോയി. പിന്നെ ചെറുവള്ളി മുക്കിൽ അയ്യരമഠം ശിവക്ഷേത്രത്തിൽ പോയി. അപ്പൊ എത്രയായി? 3 ആയി. പിന്നെ ഇവിടെ വന്നു 4, ഇത് 5. ഇതിപ്പോ 5ാമത്തെ. 2 അമ്പലവും കൂടെ ഉണ്ട് ഗൈസ്. ഇനി 2 അമ്പലത്തിലും കൂടെ പോകുമ്പോ കാണാൻ പറ്റില്ല, ഇരുട്ടത്തായിരുന്നു. ഗൈസ്, ഇനി 2 അമ്പലവും കൂടെ ഉണ്ട്. ആ 2 അമ്പലത്തിൽ ഞങ്ങൾ വരുന്ന വഴി തന്നെ ഒരു ശിവക്ഷേത്രം കണ്ടു. അവിടെ ഉത്സവമാണ്, അപ്പൊ അവിടെ നല്ല തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പോകേണ്ടത് ഏറ്റവും ലാസ്റ്റ് പോകുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞ ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇപ്പാണ് പോകുന്നത്. അതെ അല്ലേ? അപ്പൊ ഇനി ഗൈസ് നമുക്കിനി അടുത്ത അമ്പലത്തിലോട്ട് പോവാം. ഗൈസ്, ചിലപ്പോ ഇവിടെ മനസ്സമാധാനത്തിന് വേണ്ടി വരണ ആൾക്കാരൊക്കെ കാണും കേട്ടോ. മനസ്സമാധാനത്തിന് വേണ്ടി വരണവർ ശ്രദ്ധിച്ച് വരണം. തിരിച്ചു പോകുമ്പോൾ ബ്രേക്ക് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. നല്ല ഇറക്കമുണ്ട്, നല്ല കുഴി എന്ന് വെച്ചാൽ നല്ല കുഴിയാണ് കേട്ടോ. സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ അല്ല, നടന്നു വരാനുള്ള വഴിയുണ്ട്, സ്റ്റെപ്പ്. പക്ഷെ നടന്നു വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇത്രയും ഇല്ല, ഇതല്ല പൊന്നു പോയിട്ടില്ല, അതുവഴി നടന്നു വരാൻ. ഇതുവഴി നടന്നു വരാൻ പറ്റില്ല. ഇതുവഴി ഭയങ്കര കുത്തന കയറ്റവും വളവുകളൊക്കെയാണ്.
ഇതുവഴി പറഞ്ഞൊരു വണ്ടിയിൽ പറഞ്ഞതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നല്ല വഴി ഒന്നവർക്ക് കാണിച്ചു കൊടുത്ത എനിക്ക് സീരിയസ് ആയിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ തണുത്ത കാറ്റുണ്ടല്ലോ, നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തണുത്ത കാറ്റടിക്കും നല്ല സൈലന്റ് ആയിട്ട്. അത് ഭയങ്കര രസമാണ്. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? പൊന്നു ആദ്യം പറഞ്ഞതാണ് ഇത്രയും കാടായതുകൊണ്ട് പേടിച്ചിട്ട്. സീരിയസ് ആയിട്ട് ഗൈസ്, ഞാൻ താഴെ നമ്മൾ നഗരൂർ റോഡ് കാണിച്ചിരുന്നില്ല, അതുവഴി വരാമെന്നത് ചേട്ടൻ പറഞ്ഞ് ഈ അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ കുത്ത് കയറ്റവും കാടുമാണ്. എനിക്ക് പൊതുവേ ഇരുട്ട് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കാടും കൂടെ ആയതുകൊണ്ട് ഒരു സൈഡ് ഫുള്ള് കാടാണ്, ഈ ഉള്ള ലൈറ്റിൻ്റെ വെട്ടം ഇല്ലെങ്കിൽ ഫുൾ ഇരുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ പോകണ്ട, നമുക്ക് തിരിച്ചു പോവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോവാം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും സംഭവം അടിപൊളി. രണ്ടാമത്തെ തവണയാണല്ലേ നമ്മൾ പറഞ്ഞത്. അന്ന് നമ്മൾ വന്നത് കല്യാണത്തിന് മുമ്പ്, ഇപ്പം നമ്മൾ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട്. ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയണത് ഇവിടെ നിന്ന് തന്നെയല്ലേ? സത്യം. പക്ഷെ റോഡ് ഇങ്ങോട്ട് പറഞ്ഞ റോഡ് ഇച്ചിരി മോശമാണ്. വണ്ടിയിൽ വരുന്നെങ്കിൽ റോഡ് ആദ്യം കുറച്ച് മോശമാണ്, നടന്നാണെങ്കിൽ സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. ഞാൻ നടന്നതുവരെ വന്നിട്ടില്ല. അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അമ്മച്ചി ഭയങ്കര മോശം റോഡ് കേട്ടോ. ശിവരാത്രി, ആദ്യത്തെ ശിവരാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയായി. രാവിലെ പൊന്നു ഇത്രയും വിചാരിച്ചായിരുന്നോ? ഇല്ല, ഒരു രാവിലെ ഓട്ടത്തോടോട്ടം. രാവിലെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ വെയിലറിയാലോ, ഭയങ്കര വെയിലായിരുന്നു. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി ആ വെയിൽ ഒഴിച്ചു നോക്കിയാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ നല്ല സദ്യയും എല്ലാം കൂടെ ആയപ്പോഴും കിടിലോസ്കി. ഇറങ്ങി താഴെ പോവല്ലേ ബൈക്കിൽ നിന്ന്? ഇല്ല, നമ്മളെ പാഷൻ പ്രോയിലാണ് മൊത്തം യാത്രയായി. അതിൻ്റെ ഫ്രണ്ടൊക്കെ ഇളകി പോവാറായി എന്നാണ് തോന്നണത്. ഈ കട്ടറിൽ പൊന്നെ പിടിച്ചിരിക്കേണ്ടതാണ്. ഹെൽമെറ്റ് ഇല്ലാത്ത ഒരു കളിയില്ല. ഹെൽമെറ്റ് ഇല്ലാതെ ചേട്ടൻ എന്നെ വണ്ടി കയറ്റൂല. ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ വരുമ്പോൾ ചേട്ടൻ പറയും ഇറങ്ങ് പോയി ഹെൽമെറ്റ് ഇട്ട്. അങ്ങനെ നമ്മള് മെയിൻ റോഡിലെത്തി. ഇനി അടുത്ത അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ഒരു മാടന്നറ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഞങ്ങളെ വീഡിയോ കാണുന്ന ഒരു കുട്ടിയെ കണ്ട്. ശിവനാണെന്നാണ് തോന്നുന്നല്ലേ? നമ്മളെ പേരെന്തോന്നു? ശരണ്യ മോള്. അപ്പം നമ്മൾ ഇവിടെ വന്നാൽ ഫുഡും കിട്ടി കേട്ടാ. ഇത്രയും സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഇവിടെ ഫുഡും കിട്ടി. എന്തായാലും കഴിച്ചിട്ട് ബാക്കി കാണാം. ചേച്ചി ചോദിക്കുന്നു ആറാമത്തെ അമ്പലത്തിലെത്തി. നല്ല വിഷമാണ്. നീ അടുത്ത അമ്പലത്തിലേക്ക് പോകണം. സന്തോഷം. ഒരുപാട് നമ്മള് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിച്ചാലും കേൾക്കാൻ പറ്റാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോകണം. ഇനി അടുത്ത വീട്ടിലോട്ട് പോകാനുള്ള സമയം ഒരുപാടായി. എന്തായാലും നമുക്ക് അടുത്ത അമ്പലത്തിൽ എത്തുമ്പോൾ കാണാം. അടുത്ത അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രം. അപ്പം ഞങ്ങൾ ആറാമത്തെ അമ്പലം കഴിഞ്ഞ് നമുക്ക് അടുത്ത അമ്പലത്തിൽ കാണാം. അങ്ങനെ ഞങ്ങള് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലും പിന്നെ അതുമല്ല ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുമല്ല ഞങ്ങൾ 7 അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞത് ലാസ്റ്റ് ഈ ഒരു അമ്പലത്തിലെത്തിയ കഴിഞ്ഞതിലും എല്ലാം സെറ്റായി അടിപൊളിയായി നമുക്ക് പറ്റി. ഇപ്പം എന്തായാലും നമുക്ക് സമയം ഏതാണ്ട് 11:31 ഇപ്പൊ വന്നേല് ഇപ്പൊ ഒരുപാട് പേരുണ്ട്. നല്ല തിരക്കുണ്ട്. അതുമല്ല നല്ല സൈലന്റ് ആണല്ലേ? നമ്മള് ആയിരവല്ലി ക്ഷേത്രത്തിന് പോയതിനു ശേഷം അടുത്ത സൈലന്റ് ആയിട്ടുള്ള ഒരു അമ്പലം ഇതാണ്. അപ്പൊ നമുക്കിനി ഇവിടെയും കൂടെ കയറിയിട്ട് ഭഗവാനെ തൊഴുത് കുറച്ചേരം ഇരുന്നിട്ട് വീട്ടിലേക്ക് വാ അമ്പലത്തിലേക്ക് കയറാം. കല്യാണത്തിന് ശേഷം ഇതുവരെ വന്നിട്ടില്ലല്ലേ? കല്യാണത്തിന് ശേഷം എന്തായാലും ഭഗവാനെ കണ്ട് തൊഴിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാം വീട്ടിലോട്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ വന്ന് തൊഴുതു. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പലരും ഇതേപോലെ നിന്ന് അമ്പലത്തിൽ ചുറ്റും വലം വെച്ച് തൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. പൊന്നുവാണെങ്കിലോ
ഞാൻ കാണുന്നതും ആദ്യമായിട്ടാണ്, ചെയ്യണതും ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 108 വലുതാണ് വെക്കേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു അങ്ങനെ. നമ്മൾ 7 വലത് വെച്ചു. ഞങ്ങൾ 7 വലുതാണ് വെച്ചത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം, അമ്മയുണ്ട്, അച്ഛന് അവിടെ ആണ്, വീട്ടിൽ നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം നമ്മളിവിടെ ഇരുന്ന് 108 വലുത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയവും നാളത്തെ കാര്യങ്ങളൊന്നും ഓക്കെ ആവും. മുടങ്ങും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷമായിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളെ ശിവരാത്രി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. ആഘോഷം അടിച്ചു പൊളിച്ചില്ല, ഭയങ്കര സമാധാനമായിട്ട് രാവിലെ ഒന്നും വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു മൈൻഡ് ഇപ്പോഴും. സത്യം, രാത്രി ഭയങ്കര അല്ലേ, ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്നിട്ട് പയറ് കിട്ടി, ചായ കുടിച്ചു. പയറ്, കട്ടൻ ചായ, പിന്നെ ടാങ്ക് വിലക്കി. ഞങ്ങൾ 7 അമ്പലത്തിൽ പോയിട്ടും 7 അമ്പലത്തിൽ വെച്ചിട്ടും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേര് ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളവർ കാണുമ്പോൾ, അവരുടെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പറയുന്ന കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ഇതാണെന്ന്. ഇവിടെ വെച്ചും ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടു. ഒരുപാട് പേര് നമ്മളെ അമ്മയെ അന്വേഷിച്ചു. പിന്നെ പൊന്നുവാണ്, പൊന്നുവിനൊക്കെയാണ് ഇപ്പോൾ ഫാൻസ്. എനിക്ക് എന്നെ ആരും കണ്ടാൽ അധികം മിണ്ടത്തില്ല, ഇതിരിയേ. അപ്പം എന്തായാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞങ്ങളെ ആദ്യത്തെ ശിവരാത്രിയാണ്. ഇത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ശിവരാത്രി. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.